ഒറിജിൻ സ്കോക്ക് അസി റൈറ്റർ ഡയറക്ടർ അനുഭവ് സിൻഹ. ഇദ്ദേഹം ഒരു വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ഒരു പ്രത്യേകതരം ഫിലിം മേക്കറാണ്. ഇദ്ദേഹം ദസ് എടുക്കും, രാവണൻ എടുക്കും, അതേ ഇദ്ദേഹം തന്നെ തപ്പർ എടുക്കും, ആർട്ടിക്കിൾ 14 എടുക്കും, അനേകം എടുക്കും. അങ്ങനെ വളരെ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് നിൽക്കുന്ന സിനിമകൾ എടുക്കുന്ന ഒരു ഡയറക്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ തപ്പടൊക്കെ എല്ലാവരും കണ്ടതായിരിക്കും, ഓഫ് കോഴ്സ് രാവൺ. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കുക ഇദ്ദേഹം എത്രമാത്രം വേഴ്സറ്റാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിന്ന്. അപ്പോൾ ഇത് ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. വളരെ ഒരു സ്റ്റാർക്ക് റിയാലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. ഇതിനകത്ത് വരുന്നതാണ് സെക്ഷൽ അസോൾട്ട്, വിമൻ നേരിടേണ്ടി വരുന്ന സ്ത്രീകൾ. അപ്പോൾ ഇതിൻ്റെ പേര് ടൈറ്റിൽ അസി എന്നാണ്. ഇവർ പറയുന്നത് ഈസ്റ്റ് ഡേ ഇൻ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 80 കേസസ് എങ്ങനെ ഉണ്ടെന്നാണ്. 80 കേസസ്, അതാണ് അസി. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്, റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിൽ ഈസ് 20 മിനിറ്റ്സിൽ ഒരു കേസ്, റേപ്പ് കേസ് അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് കേസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് തന്നെ സിനിമ തുടങ്ങി 20 മിനിറ്റ് ആവുന്ന സമയത്ത് റെഡിൽ 20 മിനിറ്റ്സ്. അതൊരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പോലെ നമ്മൾ റിമൈൻഡ് ചെയ്യിക്കുക. നിങ്ങൾ ഈ സിനിമയിൽ ഇതിലെ ഒരു സ്ത്രീയുടെ സെക്ഷൽ അസോൾട്ട് ചെയ്യപ്പെട്ട സ്ത്രീയുടെ റേപ്പ് വിക്ടിമിൻ്റെ കഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു റേപ്പ് കൂടെ നടന്നിരിക്കുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെട്ട റേപ്പ് കൂടെ നടന്നിരിക്കുന്നു. വീണ്ടും 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ റിമൈൻഡ് ചെയ്യിക്കുക, സ്ക്രീൻ റെഡാവും, വീണ്ടും 20 മിനിറ്റ് കഴിഞ്ഞു എന്ന്. അപ്പം അങ്ങനെ ഒരു ഞാൻ പറഞ്ഞത് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പോലെ നമ്മളെ റിമൈൻഡ് ചെയ്യിച്ചുകൊണ്ടാണ് സിനിമ പോകുന്നത്. യുവാൻ മലികനാണ് DOP. ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം DOP ആണ്, ഇംഗ്ലീഷുകാരനാണ്. പിന്നെ അമർജിത് സിംഗ് എഡിറ്റർ. രഞ്ജിത്ത് ബറോട്ടാണ് ഇതിൻ്റെ ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഞങ്ങൾക്ക് അറിയാം, എ റഹ്മാൻ്റെ കൂടെ എപ്പോഴും കാണും സ്റ്റേജ് ഷോസിൽ, കോൺസേർട്സിൽ. കറക്റ്റ് വിജയ് മല്യ പോലുള്ള ഒരാൾ, വിജയ് മല്യ. സിനിമയുടെ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത് ഡൽഹിയിലുള്ള ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി. ഭർത്താവ്, ഭാര്യ, ഒരു മകൻ. അപ്പോൾ മുഹമ്മദ് ജീഷാനാണ് ഭർത്താവിൻ്റെ റോൾ ചെയ്തിരിക്കുന്നത്. ഒരു പാവം മനുഷ്യൻ, പാവം മനുഷ്യൻ, അത്രയും പച്ചപ്പാവം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് നമ്മുടെ കനിക്കുസൃതി, മലയാളിയാണ്. മദ്രാസി നെയ്യെ മലയാളി എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മുഹമ്മദ് ജീഷാൻ്റെ കഥാപാത്രം തന്നെ അദ്ദേഹത്തിൻ്റെ പാരൻസിനോട് പറയുന്നുണ്ട്. അപ്പോൾ കനിക്കുസൃതി, പരിമ, അപ്പോൾ ഇവരെയാണ് റേപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ റേപ്പ് വിക്ടിം, അപ്പോൾ അവരുടെ ഒരു റോ ആക്ടിങ് ഉണ്ടല്ലോ ഈ കനിക്കുസൃതിയുടെ, അത് ഗംഭീരമാണ്. ഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവും, നമുക്ക് ഫീൽ ചെയ്യും അവരുടെ പെയിൻ, അവരുടെ ട്രോമ, അവർ അനുഭവിച്ചിട്ടുള്ള ആ ഒരു, പ്രത്യേകിച്ച് ഇതിൽ ശരിക്കും ആ സീൻ ഉണ്ടല്ലോ, ആ റേപ്പ് സീൻ, അത് അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്. എക്സ്പ്ലിസിറ്റായിട്ട് ന്യൂഡിറ്റി അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ആ അതിൻ്റെ ഒരു ക്രൂവൽറ്റി ഉണ്ടല്ലോ, അത് ഗാങ് റേപ്പാണ്. അപ്പം ഗാങ് റേപ്പ് ആവുന്ന സമയത്ത് ആ സമയത്ത് കാണിക്കുന്ന ഇവരുടെ അട്രോസിറ്റീസ്, ഇവർ കാണിക്കുന്ന ഒരു അത്രയും ക്രൂവൽറ്റിയാണ്. അപ്പം അത് ആ സീൻ അങ്ങനെ തന്നെ കുറേ നേരമുണ്ട് ഒരു വാഹനത്തിൽ വെച്ചിട്ടാണ്. അപ്പം ആ സമയത്ത് ഇവർ അനുഭവിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പെയിൻ, ആ ടെറർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ആ രീതിയിലാണ് ഇദ്ദേഹം അനുഭവ് സിൻഹ എടുത്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര ഇതൊരു യാതൊരു ഗിമ്മിക്സ് ഒന്നും ഇല്ലാത്ത OG ഫിലിമായിട്ട് അദ്ദേഹം അങ്ങനെ തന്നെ എടുത്തു വെച്ചിരിക്കുക. അത് പെർഫോമൻസ് കൊണ്ടേ അത് സാധിക്കുള്ളൂ. കാരണം ഗംഭീര പെർഫോമൻസ് എല്ലാവരും തന്നെ, കനിക്കുസൃതി എസ്പെഷ്യലി. പിന്നെ ഇതിൽ അഡ്വക്കേറ്റായിട്ട് അഭിനയിച്ചിട്ടുള്ള തപ്സി പന്നു ഓൾറെഡി നമുക്കറിയാം. ഇദ്ദേഹത്തിൻ്റെ തപ്പട ഉൾപ്പെടെ ഒരുപാട് സിനിമകൾ അതിഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള നടിയാണ്. യൂഷ്വൽ ആസ് ഓൾവേസ് ഇതിലും അങ്ങനെ തന്നെ. അപ്പോൾ അവരുടെ ഒരു ബോണ്ടിങ് കൂടിയുണ്ട്, അതായത് അഡ്വക്കേറ്റും ഈ അവരുടെ ക്ലയൻറ്റും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും. പിന്നെ ഇതിൻ്റെ സ്ത്രീകളാണല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ന്യൂസ് വായിക്കുന്ന പോലെയല്ല. ഒരാൾ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അത് ആ ഒരു സമയത്ത് അവരനുഭവിച്ച, എസ്പെഷ്യലി ഗാങ് റേപ്പ്, അപ്പോൾ ആ ഒരു സമയത്ത് അവരനുഭവിച്ച അതിൻ്റെ ട്രോമ ആരംഭിക്കുന്നത് റേപ്പിന് ശേഷമാണ്. റേപ്പിൻ്റെ സമയത്തുള്ള ട്രോമ ഈസ് ദർ, അല്ലെങ്കിൽ പെയിൻ ഈസ് ദർ. അത് കഴിഞ്ഞിട്ട് ഇവരത് ഓവർകം ചെയ്തെടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു, പോലീസ് ഒരു പാർഷ്യലി കോൺഷ്യസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിരിക്കുന്ന അവസ്ഥയെ പോലും പോലീസ് ചോദ്യം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇൻട്രോഗേഷൻ പോലീസിൻ്റെ, കോർട്ടിൽ പോയിട്ട് അവിടെ നിന്നുള്ള വാദപ്രതിവാദം, അതിനിടയ്ക്കുള്ള ക്വസ്റ്റ്യനിങ്. അപ്പോൾ ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള പ്രമാദമായിട്ടുള്ള അതിജീവിത നടിയുടെ കേസ്, വർഷങ്ങളായിട്ട് അവരുടെ ട്രയലിൻ്റെ ഭാഗമായിട്ട് എത്ര വട്ടം അവർ കോടതിയിൽ നിന്ന് ചോദ്യങ്ങൾ
വീഡിയോ ക്ലിപ്സ്, മറ്റേത് സംഭവം, പരിപാടി, പോലീസുകാർ. അപ്പോൾ അത് അത്തരം ഒരു മാനസികാവസ്ഥയിൽ കൂടി സ്ത്രീ കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഉണ്ടാകും മനസ്സിലാവും. കാരണം ഇത് അത്രയും അങ്ങനെ നമുക്ക് മനസ്സിലാവും. അത് ഞാൻ പറയില്ല, ആ പെയിന് നമുക്ക് ഫീൽ ചെയ്യും, ഈ പോസ്റ്റ് ട്രോമാറ്റിക്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള പാടാന്നുള്ളത് അത് അവരെ അവസ്ഥ. അതാണ് ഞാൻ പറഞ്ഞത്, കനി കുസൃതി ഗംഭീരമായിട്ട് ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ മകനായിട്ട് അഭിനയിച്ച പയ്യൻ, ആ പയ്യൻ്റെ അവസ്ഥയാണ്, അതായത് മുഹമ്മദ് ജീഷാൻ്റെയും കനി കുസൃതിയുടെയും. അപ്പോൾ ഈ റേപ്പിന് ശേഷം ഈ പയ്യന് അച്ഛൻ മാത്രമേ നോക്കാനുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൽ കൂടെ പോകേണ്ടതായിട്ട് വരും, കോടതിയിൽ കൂടെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ആ പയ്യൻ അനുഭവിക്കുന്ന ട്രോമ. അപ്പോൾ ഇത് അങ്ങനെ കുറേ ലേയേഴ്സ് ഉണ്ട്. പിന്നെ കുമുദ് മിശ്ര ചെയ്ത കഥാപാത്രം, പുള്ളി ഓൾറെഡി ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിൽ കടന്നു വന്നു. പുള്ളിയുടെ ഭാര്യയെ അജ്ഞാതർ വെച്ച് കഴിഞ്ഞാൽ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ ഇടിച്ച് മരിക്കുക. അതിനും കേസില്ല, തെളിവില്ല. അപ്പോൾ കോർട്ടിലെല്ലാം തെളിവാണല്ലോ. അപ്പോൾ ആ ഒരു കോർട്ട് റൂം ഡ്രാമയ്ക്കകത്ത് ആ ട്രയലിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും അത് എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതായത് പണക്കാര മക്കളാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ DNA ടെസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യും, മറ്റു കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യും. പിന്നെ പഴയ അഭിഭാഷകൻ്റെ ഗസറിലുള്ള പോലെ അന്ന് ഇത് നടന്ന സമയത്ത് ഒരു സ്ഥലത്തുണ്ടായിരുന്നില്ല, അവരെ കല്യാണത്തിന് പോയതായിരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ കുറേ സിനിമകൾ കണ്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അഗൈൻ ആൻഡ് അഗൈൻ ഈ ഒരു സ്റ്റാർക്ക് റിയാലിറ്റി ഹിറ്റിംഗ് ഹാർഡ്, അത് കാണുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. ഈ റേപ്പ് വിക്ടിംസും അതിൻ്റെ അവർ കടന്നു പോകുന്ന അവരുടെ മാനസികാവസ്ഥ, അവരുടെ ലൈഫ്. ആഫ്റ്റർ റേപ്പ് ഹാപ്പൻഡ് കനി കുസൃതി സ്കൂൾ കയറ്റുന്നില്ല. കാരണം കുട്ടികൾ തന്നെ, ചിൽഡ്രൻ നോട്ട് ചിൽഡ്രൻ എനിമോർ എന്നാണ് അവിടുത്തെ പ്രിൻസിപ്പൾ പറയുന്നത്. സീമ പൗവ ചെയ്ത കഥാപാത്രം, അവരുടെ ഭർത്താവായിട്ടുള്ള മനോജ് പൗവ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മറ്റേ പണക്കാരൻ ചെക്കൻ്റെ, അവരുടെ ഭാര്യയായിട്ട് സുപ്രിയ പതക്. അപ്പോൾ ചിൽഡ്രൻ നോട്ട് ചിൽഡ്രൻ എനിമോർ, അവർ വാട്സപ്പ് പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അതിൽ ടീച്ചറെ കുറിച്ച് അനാവശ്യം പറയുന്നു. അതായത് അത് റിയാലിറ്റിയാണ്. കാരണം കുട്ടികൾ ചെറുപ്പം മുതലേ ഇതിൽ ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേർ ആ രീതിയിലാണ്. ആ ചിൽഡ്രൻ നോട്ട് ചിൽഡ്രൻ എനിമോർ എന്ന് പറയുന്നത് അതാണ്. കുട്ടികൾ വരുമ്പോഴേ കുട്ടികളല്ലാതായി മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ രേവതി ഇതിൽ ജഡ്ജായിട്ടാണ്, നാച്ചുറൽ ആക്ടിങ്. രേവതി കറക്റ്റ് ഒരു ജഡ്ജ്, അവർ കോടതിയാണല്ലോ, അപ്പോൾ തെളിവുകൾ പരിശോധിക്കുക. പിന്നെ ഇതിൽ ഡയലോഗ്സൊക്കെ നല്ല നൈസാണ്. കുറേ ഡയലോഗ്സൊക്കെ കുറച്ചൊരു കോമിക് റിലീഫ്, അത് മനഃപൂർവ്വമല്ല, ആ കോടതിയിലൊക്കെ ഉണ്ടാകുന്ന സംഭാഷണങ്ങൾക്കിടയിൽ വരുന്ന ചില കൗണ്ടർ അടി പരിപാടി കൊണ്ട് വരുന്നതാണ്. നസറുദ്ദീൻ ഷാ ഒരു ചെറിയ വേഷം, 2-3 സീൻസിലേ ഉള്ളൂ. പിന്നെ ഈ സിനിമ ഇൻ്റർവെലിന് ശേഷം പിന്നെ ഒരു ടിപ്പിക്കൽ സിനിമയുടെ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അതായത് ഒരു അംബ്രല്ല മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു അംബ്രല്ല കില്ലർ, അംബ്രല്ല ഉപയോഗിച്ച് CCTV എന്നൊക്കെ മുഖം മറച്ച് ആളെ മറച്ചിട്ട് ഈ പറഞ്ഞ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊല്ലുന്നത് കൈൻഡ് ഓഫ് അന്യൻ പരിപാടി. മോബ് ജസ്റ്റിസ്, അതായത് സോഷ്യലായിട്ട് ആളുകൾക്ക് സപ്പോർട്ട് കിട്ടുന്നു. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറേ ആളുകൾ വരുന്നു. ജനങ്ങൾക്ക് അങ്ങനെയാണല്ലോ, ജനങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ള ഇതാണല്ലോ വേണ്ടത്, പണിഷ്മെൻറ്റ്, ജസ്റ്റിസ്, ഇൻസ്റ്റൻറ്റ് ജസ്റ്റിസ്. അപ്പോൾ അതിനെ സിനിമ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അതൊക്കെ വന്നതിന് ശേഷം പിന്നെ ക്ലീഷയായി സിനിമ, പോസ്റ്റ് ഇൻ്റർവെല്ലിൽ ക്ലീഷയാണ്. പക്ഷേ കോർട്ട് റൂം ഡ്രാമയും പരിപാടിയൊക്കെ ഉണ്ട്, എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. പിന്നെ തപ്സിയുടെ കഥാപാത്രം എതിരാണ്, ഈ മോബ് ജസ്റ്റിസിന് എതിരാണ്. അത് റൈറ്റിങ്ങിൽ ഇവർ ആ കഥാപാത്രത്തിലൂടെ പറയുന്നുണ്ടെങ്കിൽ കൂടെ സിനിമയ്ക്കകത്ത് വന്ന സമയത്ത് അതൊരു സ്ഥിരം ഒരു ടിപ്പിക്കൽ പരിപാടിയായിപ്പോയി.